ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പമ്പിംഗ് ലെമ്മ ഫോർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. നമ്മൾ പമ്പിംഗ് ലെമ്മ റെഗുലർ ലാംഗ്വേജിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ കേസിൽ എവിടെയാണ് പമ്പിംഗ് ലെമ്മ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ റെഗുലർ ലാംഗ്വേജിൻ്റെ കേസിൽ നോട്ട് റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പമ്പിംഗ് ലെമ്മ തിയറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൂവ് ദാറ്റ് എ ലാംഗ്വേജ് ഈസ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ, അഥവാ ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെ നമ്മൾ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നിങ്ങൾ നമ്മുടെ റെഗുലർ ലാംഗ്വേജ് പ്രൂവ് ചെയ്യുന്ന എക്സാമ്പിൾ അഥവാ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു കേസിൽ. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണുക, എന്നാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, so if A is a context-free language, then A has a pumping length P such that any string S where length of S greater than or equal to P may be divided into 5 parts S equal to UV XYZ such that the following condition must be true. അഥവാ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എടുക്കുകയാണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ, എ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എ ഈസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ദെൻ എ ഹാസ് എ പമ്പിംഗ് ലെങ്ത് പി. അതുപോലെ തന്നെ എക്കൊരു എ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജിൽ ഒരു പമ്പിംഗ് ലെങ്ത് പി ആണെന്ന് അസ്യൂം ചെയ്യാം. സച്ച് ദാറ്റ് എനി സ്ട്രിങ് എസ് വർ ലെങ്ത് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. ദെൻ നമ്മൾ ഏതെങ്കിലും എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എയിൽ നിന്നും ഏതെങ്കിലും ഒരു എസ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി, പമ്പിംഗ് ലെങ്ത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ദെൻ അതേപോലെ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ നിന്നും എടുത്തിട്ടുള്ള ഏതൊരു സ്ട്രിങ്ങും അതിന് നമ്മൾ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, UVXYZ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിങ് നമ്മൾ എടുത്തിട്ടുള്ള സ്ട്രിങ് ഇല്ലേ, ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ള സ്ട്രിങ് ഈ താഴെ പറയുന്ന 3 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റും. സോ ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള 3 കണ്ടീഷൻസ് ആണ് ഇത്. ഓക്കെ, ബൈ യൂസിങ് പമ്പിംഗ് ലെമ്മ. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിന് നേരെ കോൺട്രഡിക്ഷൻ എടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആകെ ഒരു സിംപ്ലി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തായിരുന്നു, എ എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു റെഗുലർ ലാംഗ്വേജ് എന്നായിരുന്നു. ഇവിടെ എന്തായി, എ ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്നായി. അതേപോലെ തന്നെ ഡിഫറൻസ് വരുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് എടുത്തിട്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് എടുത്തിട്ട് ഈ കണ്ടീഷൻ അതും സെയിം ആണ്. പക്ഷേ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് എന്തായിരുന്നു, അവിടെ 3 പാർട്സ് ആക്കിയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് XYZ എന്ന്. ഇവിടെ നമ്മൾ 5 പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, UVXYZ എന്നുള്ള 5 പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആ സ്ട്രിങ് ഈ 3 പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയാം. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ എന്തായി, അത് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്നായി. ഓക്കെ, സോ ആ 3 കണ്ടീഷൻസ് ഇതാണ്. ഫസ്റ്റ് വൺ UV⁻I XY⁻I Z എന്നുള്ളതാണ്. അഥവാ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള സ്ട്രിങ് അല്ലേ, അതിനെ ഇങ്ങനെ ആക്കി മാറ്റിയിട്ട് അത് എയിലുണ്ടെങ്കിൽ അഥവാ ഏതൊരു ഐ എടുത്തു കഴിഞ്ഞാലും I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് 0യോ അല്ലെങ്കിൽ 0നെക്കാട്ടിലും മുകളിലുള്ള ഏതൊരു ഐ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ആ ഒരു സ്ട്രിങ് എവിടെ വരണം, എ എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, ലെങ്ത് ഓഫ് VY എന്നെടുത്തു കഴിഞ്ഞാൽ വിയുടെയും വൈയുടെയും ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, എപ്പോഴും 0നെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. അതേപോലെ തന്നെ VXY, ഈ സെൻറ്ററിലുള്ള VXYയുടെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ആയിരിക്കണം, അഥവാ പമ്പിംഗ് ലെങ്ത്തിനെക്കാട്ടിലും കുറവായിരിക്കണം. ഏതൊരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാലും അതിൽ VXY എന്ന് പറഞ്ഞിട്ടുള്ള പാർട്സ്, ഇതെന്താണ്, നമ്മളൊരു സ്ട്രിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത് 5 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, ഓരോന്നും ഓരോ സ്ട്രിങ് അല്ല, പകരം എന്താണ് ഓരോന്നും ഓരോ ഒരു വലിയൊരു സ്ട്രിങ്ങിൻ്റെ പാർട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ VXY എന്നുള്ള പാർട്സുകളുടെ ലെങ്ത് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കണം, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ആയിരിക്കണം, പമ്പിങ് ലെങ്ത് ആയിരിക്കണം. ഓക്കെ, പമ്പിങ് ലെങ്ത് എന്താണല്ലോ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ, ആ ഒരു സംഭവത്തിനാണ് നമ്മൾ പമ്പിങ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യണം എന്ത്, നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏത് യൂസ് ചെയ്തിട്ട്, പമ്പിങ് ലെമ്മ യൂസ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ബൈ കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അഥവാ നമുക്ക് നമ്മുടെ അടുത്തുള്ള എന്താണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണുള്ളത്. സോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബൈ കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് പമ്പിങ് ലെമ്മ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. സോ അതിനുള്ള സ്റ്റെപ്സ് ഫസ്റ്റ് വണ്, ഇതും നമ്മൾ റെഗുലർ ലാംഗ്വേജിൻ്റെ കേസിൽ പഠിച്ച ഏകദേശം അതേ സ്റ്റെപ്സുകളാണ് വരുന്നത്. ഫസ്റ്റ് വണ് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ദാറ്റ് A ഈസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ. ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ട എന്താണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഒരു ലാംഗ്വേജ് എടുക്കുക A എന്നുള്ളത്, ആ ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഇറ്റ് ഹാസ് എ പമ്പിങ് ലെങ്ത്. സ്വാഭാവികമായിട്ടും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെങ്കിൽ അതിനൊരു പമ്പിങ് ലെങ്ത് ഉണ്ടാവും P എന്നുള്ളത്. ആൾ ദ സ്ട്രിങ് ലോങ്ങർ ദാൻ P ക്യാൻ ബി പമ്പ്ഡ്. അഥവാ നമ്മൾ ഇനി ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള എല്ലാ സ്ട്രിങ് എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കണം, പമ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് എന്താണ്, മോഡ്ലെസ് ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് S എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P ആയിരിക്കണം. ദാറ്റ് മീൻസ് അതാണ് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ലാംഗ്വേജിലുള്ള എല്ലാ സ്ട്രിങ് എടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി പമ്പ്ഡ് ആയിരിക്കണം. അതാണ് ലെങ്ത് ഓഫ് S ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും നൗ ഫൈൻഡ് എ സ്ട്രിങ് S ഇൻ എ A സച്ച് ദാറ്റ് എന്താണ് ലെങ്ത് ഓഫ് S ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P. ഇതിന് എന്ത് ചെയ്യുക, നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് S എയിൽ നിന്നുള്ള A എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു S എടുക്കുക. ദാറ്റ് മീൻസ് ഒരു സ്ട്രിങ് എടുക്കുക, അതിൻ്റെ പമ്പിങ് ലെങ്ത് എന്തായിരിക്കണം, ദാറ്റ് മീൻസ് അതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു P ആയിരിക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എടുത്തിട്ടുള്ള സ്ട്രിങ്ങിൽ ആ സ്ട്രിങ്ങിന് 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, UVXYZ എന്നാക്കി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ UVXYZ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഐക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്ട്രിങ് കണ്ടുപിടിക്കുന്നു. ആ സ്ട്രിങ് എയിൽ ഉണ്ടോ നോക്കുന്നു, എയിൽ ഇല്ലെങ്കിൽ എന്തായി, ഫോർ സം ഐ ഏതെങ്കിലും ഒരു ഐക്ക് ഐ കൊടുക്കുന്ന സമയത്ത് അത് എയിലില്ലെങ്കിൽ എന്തായി, അത് എയിലില്ലെങ്കിൽ എന്താവും, എയിലുണ്ടെങ്കിൽ അതെന്തായിരുന്നു, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെയായിരുന്നു അല്ലേ. സോ ഇതെന്താണ്, എയിലില്ലെങ്കിൽ എന്തായി, നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്നുള്ള മീനിങ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 3 കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻസ് എന്തായി ഇവിടെ ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് പറയാൻ പറ്റും. ടു കൺസിഡർ ദ വേസ് ദാറ്റ് S ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു UVXYZ. അതുപോലെ തന്നെ നമ്മൾ ഓരോ വേസും ഇപ്പോൾ ഒറ്റൊരു വേ മാത്രം എടുക്കാതെ പകരം പോസിബിലിറ്റീസ് കൺസിഡർ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഷോ ദാറ്റ് ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആകുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ഷോ ദാറ്റ് നൺ ഓഫ് ദിസ് ക്യാൻ സാറ്റിസ്ഫൈ ആൾ ദ 3 പമ്പിങ് കണ്ടീഷൻ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, നമ്മളെന്ത് ഷോ ചെയ്യണം, ഒരു സമയത്ത് ഒറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എന്ത് 3 കണ്ടീഷൻസും ഒരേ സമയത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല നമ്മൾ പ്രൂവ് ചെയ്യണം. സോ S cannot be pumped എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, S cannot be pumped അല്ല എന്ന് നമുക്ക് ആ സ്ട്രിങ് പമ്പ്ഡ് അല്ല എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് അതാണ് കോൺട്രഡിക്ഷൻ. പമ്പ്ഡ് അല്ല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ആ സ്റ്റെപ്സും കാര്യങ്ങളും. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ L ഞാൻ എടുത്തിട്ടുണ്ട്, സം L എടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്, അവിടുത്തെ A ആണ് കേട്ടോ അവിടുത്തെ L. സോ സം ലാംഗ്വേജ് എടുത്തിട്ടുണ്ട് L, അതിൻ്റെ ലാംഗ്വേജ് ഇതാണ് A⁻n B⁻n C⁻n n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് നമുക്ക് എന്താണ്, നോൺ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇതുപോലെ ആയിരിക്കും എക്സാംസിനൊക്കെ ചോദിക്കുക. സോ അസ്യൂം ദാറ്റ് L ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. സോ നമ്മളെടുത്ത് ആദ്യം നമ്മൾ L എന്താണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് എടുക്കുന്നു. L മസ്റ്റ് ഹാവ് എ പമ്പിങ് ലെങ്ത്. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാവും, ഒരു പമ്പിങ് ലെങ്ത് P ഉണ്ടാവും, സേ P. നൗ വി ടേക്ക് എ സ്ട്രിങ് S സച്ച് ദാറ്റ്, അഥവാ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു S എടുക്കുന്നു, എവിടുന്ന്, ഈ ഒരു Lൽ നിന്നും ഈ ഒരു ലാംഗ്വേജിൽ നിന്നും സം S എടുക്കുന്നു. ആ S ഞാൻ എടുത്തത് ഇപ്പോൾ ഇങ്ങനെയാണ്,
എ റേസ് ടു പി, ബി റേസ് ടു പി, സി റേസ് ടു പി. ഇവിടെ നമ്മൾ കൊടുത്തത് എന്താണ്? പി ആണ് കേട്ടോ. ദാറ്റ് മീൻസ് പമ്പിങ് ലെങ്ത് ആണ്. പമ്പ് ചെയ്യുന്നു, എ പമ്പ് ചെയ്യുന്നു, ബി പമ്പ് ചെയ്യുന്നു, സി പമ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? എസ്സിനെ, ഇപ്പം എടുത്തിട്ടുള്ള ആ എസ് ഇല്ലേ, ആ എസ്സിനെ ഞാൻ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. യു വി എക്സ് വൈ സെഡ് എന്നെടുക്കുന്നു. ഓക്കെ. സോ നമുക്കൊരു ഒരു പർട്ടിക്കുലർ പി ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ പി കൊടുക്കാൻ പോകുന്നത് 4 4 കൊടുക്കുന്ന സമയത്തിൻ്റെ എസ് എന്താ എങ്ങനെ വരിക? എ റേസ് ടു 4, ബി റേസ് ടു, അഥവാ ഈ നമ്മുടെ എസ്സിൽ എന്ത് ചെയ്യുക? പിക്ക് 4 കൊടുക്കുക. എ റേസ് ടു 4, ബി റേസ് ടു 4, സി റേസ് ടു 4 എന്നുള്ള രീതിയിൽ വരും. ദെൻ ഞാൻ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. അഥവാ ഞാനിപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എസ്സിന് എന്ത് ചെയ്യണം? 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണമല്ലോ. സോ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത് അത് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പം എങ്ങനെ വരും? ഇങ്ങനെയാണല്ലോ വരിക. ആദ്യം നമ്മളുടെ എസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ എ റേസ് ടു 4, ബി റേസ് ടു 4, സി റേസ് ടു 4 അതിനെ അതേപോലെ നിരത്തി എഴുതി. 4 എ, 4 ബിയും 4 സിയും എന്നുള്ള രീതിയിൽ എഴുതി. ഇതിൽ എവിടെയൊക്കെ ബി വരണം, എവിടെയൊക്കെ വൈ വരണം എന്നുള്ളത്. ദാറ്റ് മീൻസ് വിയും വൈയും ആണല്ലോ റേസ് ടു ഐ ഉള്ളത്. സോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ പമ്പ് ചെയ്യുന്നത് അതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിയും ഫസ്റ്റ് ഞാൻ എടുക്കുന്ന കേസ് വിയും വൈയും എന്താണ് ഒറ്റ ടൈപ്പ് ഓഫ് സിമ്പിൾസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ, അഥവാ മിക്സ്ഡ് ആയിട്ട് കണ്ടെയ്ൻ ചെയ്യാത്ത രീതിയിൽ ഞാൻ എടുക്കാൻ പോവാണ്. സോ അതിൽ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ യു 1 എടുത്തു, വി 2 എടുത്തു, അതേപോലെ തന്നെ എക്സ് മിക്സ്ഡ് ആയിട്ടുള്ള എടുത്തു, എയും ബിയും സിയും വരുന്ന രീതിയിലെടുത്തു, വൈ ഒരു സി മാത്രം വരുന്ന രീതിയിലെടുത്തു, സി സെഡ് വരുന്ന രീതിയിലെടുത്തു. സോ ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഡിവൈഡ് ചെയ്തത്. സോ ഡിവൈഡ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷേ എന്താവണം? ഫസ്റ്റ് കേസ് എന്തെടുക്കുക? വിയും വൈയും ഒറ്റൊരു ടൈപ്പ് ഓഫ് സിമ്പിൾ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ എടുക്കുക. സോ ദെൻ എടുത്തതിന് ശേഷം നമുക്കറിയാം ഇങ്ങനെ യു വി റേസ് ടു ഐ എക്സ് വൈ റേസ് ടു ഐ സെഡ് എന്താണ്? ഏതൊരു ഐ കൊടുത്തു കഴിഞ്ഞാലും അത് എന്താണ്? ഈ എല്ലിലെ എലമെൻ്റ് ആവണം അല്ലേ? ആണെന്നുണ്ടെങ്കിൽ കോണ്ടസ്റ്റ് ഫ്രീ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാനിപ്പോൾ ഒരു ഐ എക്സാമ്പിൾ ഒരു ഐ ഈക്വൽ ടു 2 എന്നെടുത്തു. ഐ ഈക്വൽ ടു 2 എടുത്ത സമയത്ത് യു വി സ്ക്വയർ എക്സ് വൈ റേസ് ടു 2 സെഡ് എന്നുള്ള രീതിയിലാവുമല്ലോ. ഐക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ദെൻ നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. യു ഫസ്റ്റ് എത്രയാണ്? 1, അത് അതേപോലെ എഴുതി. വി ആണ് എന്ത് ചെയ്യുന്നത്? സ്ക്വയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡബിൾ ചെയ്യുന്നത്. വി ഇവിടെ 2 ഉള്ളത്. സോ ഞാൻ 4 കൊടുത്തു. ദെൻ എക്സ് എത്രയുള്ളത്? അതേപോലെ ഒരു എയും 4 ബിയും ഒരു സിയും, ഒരു എയും 4 ബിയും ഒരു സിയും. ദെൻ വൈ ആണ് ഡബിൾ ചെയ്യുന്നത്, സ്ക്വയർ ചെയ്യുന്നത്. വൈ എന്താക്കും? 2 വരും. സെഡ് ഓൾറെഡി 2 ഉണ്ട്, ആ 2 എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എയുടെയും ബിയുടെയും സിയുടെയും കൗണ്ട് ചെയ്ത് നോക്കുക. എ എത്ര ഉണ്ട്? ഇവിടെ 6 ഉണ്ട്. ബി എത്ര ഉണ്ട്? 4 ഉണ്ട്. സി എത്ര ഉണ്ട്? 5 ഉണ്ട്. സോ ഇത് ഈക്വൽ ആണോ? ഈ ഒരു ലാംഗ്വേജിൽ വരുന്നുണ്ടോ? അത് ഇല്ല. എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, സി റേസ് ടു എൻ. എയുടെയും ബിയുടെയും സിയുടെയും നമ്പർ എന്താണ്? ഒരേപോലെ ആയാലേ ഈ ലാംഗ്വേജിൽ വരുള്ളൂ. പക്ഷെ ഇവിടെ ഒരേപോലെയാണോ നമുക്ക് കിട്ടിയത്? അല്ല. എ 6ഉം ബി 4ഉം സി 5 ആണ്. ഒക്കെ ഡിഫറൻസ് ആണ്. സോ നമ്പർ ഓഫ് എസ് നമ്പർ ഓഫ് ബിസും ആർ നോട്ട് ഈക്വൽ, നമ്പർ ഓഫ് സിസും നോട്ട് ഈക്വൽ. സോ ഇറ്റ് ഈസ് ഡിസ് നോട്ട് ബിലോങ് ടു ദ ലാംഗ്വേജ് എൽ. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ലാംഗ്വേജിൽ വരില്ല. സോ അതുകൊണ്ട് തന്നെ കണ്ടീഷൻ 1 എന്തല്ല? സാറ്റിസ്ഫൈഡ് അല്ല. നമുക്കിനി സെക്കൻഡ് കേസും കൂടി ഒന്ന് നോക്കാം. ദാറ്റ് മീൻസ് സെക്കൻഡ് കേസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടെ നമ്മളിപ്പോൾ എടുത്തത് വിയും വൈയും എന്താണ്? ഒരേ ടൈപ്പ് ഓഫ് സിമ്പിളിൽ വരുന്ന രീതിയിൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമ്പിളിൽ വരുന്ന രീതിയിൽ എടുത്തു നോക്കാം. ഞാനിവിടെ യു ഫസ്റ്റ് 2 എടുത്തു, വി മിക്സ്ഡ് ആക്കിയിട്ട് എടുത്തു. 2 എയും 2 ബി വരുന്ന രീതിയിൽ, എക്സ് എന്ത് ചെയ്തു? ഒറ്റൊരു ബി മാത്രം വരുന്ന രീതിയിൽ, വൈ ഒറ്റൊരു ബി മാത്രം വരുന്ന രീതിയിൽ, സെഡ് എന്ത് ചെയ്തു? ഇവിടെ വി ഓർ വൈ ആണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുന്നു? ഒറ്റൊരു കൈൻഡ് ഓഫ് സിമ്പിളിൽ വരുന്ന രീതിയിൽ എടുക്കുക. ഡിഫറെൻറ്റ് മോർ ദാൻ 1 കൈൻഡ് ഓഫ് സിമ്പിളിൽ വരുന്ന രീതി. ഞാൻ ഇവിടെ ബി ആണ് മോർ ദാൻ 1 കൈൻഡ് ഓഫ് സിമ്പിളിൽ വരുന്ന രീതിയിൽ എടുത്തത്. സോ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഐ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? യു വി സ്ക്വയർ ഐ വൈ എക്സ് വൈ സ്ക്വയർ സെഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ആദ്യം തന്നെ യു എത്രയാണ് ഇവിടെ എടുത്തത്? 2 എസ് ആണല്ലോ. സോ അതുപോലെ എഴുതി. വി ആണ് നമ്മൾ ഡബിൾ ചെയ്യുന്നത്. വി ഇവിടെ 2 എ 2 ബി എന്നുള്ളതായിരുന്നു. സോ 2 എ 2 ബി 2 എ 2 ബി എന്നുള്ള രീതിയിൽ അതിനെ എന്താക്കും? എക്സ്പാൻഡ് ചെയ്യും. സോ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് നോക്കുന്ന സമയത്ത് ഇതെന്താണ്? ഇത് ആ പാറ്റേണിലേ അല്ല അല്ലേ? എസ് വന്നതിന് ശേഷം ബീസ് വരുന്നു, ദെൻ സി വരുന്ന രീതിയിലായിരുന്നു നമ്മുടെ ലാംഗ്വേജിൻ്റെ പാറ്റേൺ. പക്ഷേ ഇതെന്താണ്? എ വരുന്നു, ബി വരുന്നു, പിന്നെയും എ വരുന്നു, പിന്നെയും ബി വരുന്നു, പിന്നെയും സി വരുന്നു, ആ രീതിയിലാണ് വരുന്നത്. സോ ആ പാറ്റേണേ അല്ല. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല? ആ ലാംഗ്വേജിൽ ഉള്ള സ്ട്രിങ് അല്ല. ഓക്കെ. സോ ഇതെന്താണ്? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ
അല്ല എന്ന് പറയാൻ പറ്റും. ദെൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് ഫെയിലായി. ദെൻ നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഇതാണ് മോഡുലസ് ഓഫ് വി വൈ എപ്പോഴും എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. വി വൈ ഗ്രേറ്റർ ദാൻ 0, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ തേർഡ് കണ്ടീഷൻ വേണമെങ്കിൽ ഇവിടെ ഇതന്നെ ഫാൾസ് ആയി. ദെൻ തേർഡും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. മോഡുലസ് ഓഫ് വി എക്സ് വൈ, ദാറ്റ് മീൻസ് വിയുടെയും എക്സിൻ്റെയും വൈൻ്റെയും ലെങ്ത് എടുത്തിട്ട് അത് എന്ത് ചെയ്യണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ ഇവിടെ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് എടുക്കുന്ന സമയത്ത് ഓരോ കേസിലും. ആദ്യം പി നമ്മളിത് എന്താണ് ഇവിടെ 4 ആണ്. സോ ഫസ്റ്റ് കേസ് നമ്മളിപ്പോൾ ഫസ്റ്റ് എടുത്ത 2 കേസുകൾ എടുത്തല്ലോ, അതിൽ ഫസ്റ്റ് കേസ് എടുക്കുന്ന സമയത്ത് വിയുടെയും എക്സിൻ്റെയും വൈൻ്റെയും ലെങ്ത്ത് ടോട്ടലി, വിയുടെയും എക്സിൻ്റെയും വൈൻ്റെയും ലെങ്ത്ത്, ദാറ്റ് മീൻസ് വിയുടെയും എക്സിൻ്റെയും വൈൻ്റെയും ലെങ്ത്ത് എത്രയാണ് വരിക, 2 3 4 5 6 7 8 8 വരും അല്ലേ. 8 വരും, അല്ല വൈ ഉണ്ടല്ലോ 9 വരും. 9 എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് നോക്കും. സോ എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് നോക്കുമ്പോഴും എന്താണ്, നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. സോ എസ് കനോട്ട് ബി പമ്പഡ്. നമുക്ക് എന്ത് പറയാൻ പറ്റും, പമ്പ്, കാരണം കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതൊരു എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നോട്ട് കോൺടെസ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.